സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 62ാമത്തെ എപ്പിസോഡിലേക്ക്, ഓപ്ഷൻസിനെ പറ്റി പഠിക്കുന്ന 11ാമത്തെ എപ്പിസോഡിലേക്ക്, ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കുന്ന ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസിന്റെ ഈ ഒരു പോയിന്റ് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വലിയ കൺഗ്രാറ്റുലേഷൻ ആണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഒരു കാര്യം അവിടെ എനിക്ക് ഉറപ്പ് വരുത്താനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്ഷൻസിനെ പറ്റി ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും, ഓപ്ഷൻ ഗ്രീക്സ് എന്താണെന്നും അതെല്ലാം പഠിച്ചിട്ട് മാത്രം ഇതുവരെ വരിക. അത് പഠിച്ചിട്ട് മാത്രം ഇതിന് മുന്നിലേക്കുള്ള വീഡിയോസ് കാണുക. അപ്പൊ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണും, പലരും ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും അറിയില്ല എങ്കിൽ പോലും ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എല്ലാ ബിഗിനേഴ്സും വരുത്തുന്ന ഒരു തെറ്റാണ് നേക്കഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യൽ എന്നുള്ളത്. അതായത് മാർക്കറ്റ് താഴോട്ട് വരും എന്ന് കാണുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കളയും. അതായത് ഒരു സമയത്ത് ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് മാത്രം ട്രേഡ് ചെയ്യുന്നതിനാണ് നേക്കഡ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏറെക്കുറെ എല്ലാ ബിഗിനേഴ്സും ചെയ്യുന്നത് ഇത് തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓപ്ഷൻസ് വളരെയധികം റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അറിയാതെ ബിഗിനേഴ്സ് കാര്യമായ കാര്യങ്ങളൊന്നും അറിയാതെ അതിലേക്ക് ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ വൈപ്പ് ഓഫ് ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്ഷൻ ട്രേഡിംഗ്. അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒരു വളരെ വലിയ പരിധി വരെ സോൾവ് ആകാറുണ്ട്. എന്നാൽ പ്രശ്നം എന്ന് പറയുന്നത്, ബിഗിനേഴ്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ അത് ലൂക്രേറ്റീവ് ആണ് എന്ന് കണ്ടുകൊണ്ട് വെറുതെ ട്രേഡ് ചെയ്ത് നോക്കും. ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒരിക്കലും ചെയ്യാറില്ല. എന്നാൽ ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ പറ്റി ആരെങ്കിലും പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ പ്രശ്നം? ഓപ്ഷൻ ഗ്രീക്സ് എന്നും ഓപ്ഷൻ ബേസിക്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബാലി കേറാ മല അവരുടെ മുന്നിൽ ഉണ്ടാകും. അപ്പൊ ഒരിക്കലും ഓപ്ഷന്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരും തന്നെ പഠിക്കാറില്ല. ഈ ബേസിക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആർക്കും മനസ്സിലാക്കാറുമില്ല. അപ്പോൾ നമ്മൾ വളരെ നന്നായി പഠിക്കുന്ന, ഒരുമിച്ച് വളരെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് ഇതുവരെ ഓപ്ഷൻസിന്റെ ബേസിക്സും ടെക്നിക്കാലിറ്റീസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്, ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്തമാറ്റിക്സിന്റെയും ഓപ്ഷന്റെ ബേസിക് ടെക്നിക്കാലിറ്റീസിന്റെയും മാജിക് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് നമ്മൾ ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻ സ്ട്രൈക്സിനെ, ചിലതിനെ വാങ്ങിച്ചും ചിലതിനെ വിറ്റുമെല്ലാം ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്കായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും നമ്മുടെ ലോസ് ലിമിറ്റഡ് ആയിരിക്കും. ചില കേസസിൽ നമ്മുടെ പ്രോഫിറ്റ് പോലും ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഹോൾ പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സേഫ്റ്റി കൂട്ടുക എന്നുള്ളതാണ്. അതായത് അണ്ടർലൈങ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന നമ്മുടെ ഒരു എക്സ്പെക്ടേഷന്റെ ബേസിസിലാണല്ലോ നമ്മൾ ഒരു ഓപ്ഷൻ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാറുള്ളത്. അപ്പൊ സ്ട്രാറ്റജിനെ പറ്റി പറയുകയാണെങ്കിലും നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ ആ ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെസിഫിക് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇനി നമ്മുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ അവിടെ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇനി നമുക്ക് ന്യൂട്രൽ വ്യൂ ആണുള്ളതെങ്കിൽ അങ്ങനെയും സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓപ്ഷൻ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി വളരെയധികം കൂടും, നിങ്ങളുടെ റിസ്ക് വളരെയധികം കുറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ ബിഗിനേഴ്സും അറിയേണ്ട, എല്ലാ ബിഗിനേഴ്സും ഉപയോഗിക്കേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്, ബുൾ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് എന്തായാലും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആയ ബുൾ കോൾ സ്പ്രെഡിനെ പറ്റിയും ബുൾ പുട്ട് സ്പ്രെഡിനെയും പറ്റി പഠിക്കുന്ന ഈ ഒരു പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ബേസിക്കലി 3 ടൈപ്പ് ആണുള്ളത്. അതായത് നമ്മുടെ അണ്ടർലൈങ്ങിന്റെ പുറത്തുള്ള വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ബുള്ളിഷ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. ഇനി ബെയറിഷ് വ്യൂ ആണുള്ളതെങ്കിൽ നമുക്ക് ബെയറിഷ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. ഇനി അതല്ല, നമ്മുടെ വ്യൂ ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. ഒന്നുകൂടി പറയുകയാണ്, ഈ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ട്രേഡിംഗ് പൊസിഷന്റെ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെയധികം സേഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പൊ ഈ സ്പ്രെഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻ പൊസിഷൻസിലേക്കായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യാറുള്ളത്. ഇവിടെ എഴുതിയിട്ടുള്ളത് പോലെ രണ്ടോ അതിൽ കൂടുതലോ ഓപ്ഷൻ ട്രാൻസാക്ഷൻസിലേക്ക് ഒരേ സമയം തന്നെ നമ്മൾ എൻ്റർ ചെയ്യും. ഇതിനെ ഓപ്ഷന്റെ ലെഗ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ബുൾ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡുമാണ് പഠിക്കാൻ പോകുന്നത്. ഇവ രണ്ടും ബുള്ളിഷ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബുൾ കോൾ സ്പ്രെഡിനെ പറ്റി പഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വളരെയധികം ബേസിക് ആയിട്ടുള്ള എല്ലാ ബിഗിനേഴ്സും ഉപയോഗിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ബുൾ കോൾ സ്പ്രെഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ പേരിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ വാക്ക് ബുള്ളാണ്. ബുള്ള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർലൈങ്ങിന്റെ പുറത്ത് നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ വാക്ക് കോൾ ആണ്. ഇവിടെ കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് കോൾ ഓപ്ഷൻസ് ആണ്, അല്ലാതെ പുട്ട് ഓപ്ഷൻസ് അല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ വാക്ക് സ്പ്രെഡ് ആണ്. സ്പ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ സ്ട്രൈക്ക് പ്രൈസുകളിലുള്ള ഓപ്ഷൻസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്ട്രാറ്റജിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഏത് കണ്ടീഷനിൽ അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്. കണ്ടോ, വെൻ ടു യൂസ് എന്ന ചോദ്യമാണ് ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരു അണ്ടർലൈങ്ങിന്റെ പുറത്ത് നമ്മുടെ വ്യൂ മോഡറേറ്റ്ലി ബുള്ളിഷ് ആണ് എങ്കിൽ അവിടെ നമുക്ക് ബുൾ കോൾ സ്പ്രെഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താണ് മോഡറേറ്റ്ലി ബുള്ളിഷ്? അതായത് നമുക്കറിയാം അണ്ടർലൈങ്ങിന്റെ പ്രൈസ് എന്തായാലും മുകളിലേക്ക് പോകും, എന്നാൽ അതിശക്തമായിട്ട് വളരെ അധികം ഒന്നും മുന്നിലേക്ക് പോകില്ല, കുറച്ചൊന്ന് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. മോഡറേറ്റ്ലി ബുള്ളിഷ് ആണ് നമ്മുടെ വ്യൂ എങ്കിൽ അങ്ങനത്തെ കേസസിൽ നമുക്ക് ബുൾ കോൾ സ്പ്രെഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണ് ഈ ബുൾ കോൾ സ്പ്രെഡ് ഉപയോഗിക്കേണ്ടത്? അതായത് നിങ്ങൾക്ക് ചോദിക്കാം, അണ്ടർലൈങ്ങിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി ആയിട്ടുള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചാൽ പോരെ, ഒരു നേക്കഡ് കോൾ ഓപ്ഷൻ വാങ്ങിച്ചാൽ പോരെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത് പോലെ അങ്ങനെ ഒരു നേക്കഡ് ഓപ്ഷൻ വാങ്ങുകയാണ് അല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള കുറെ അധികം റിസ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ട്രേഡിലേക്ക് കയറാനുള്ള നിങ്ങളുടെ ചെലവുകളും കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ബുൾ കോൾ സ്പ്രെഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഒരു കാര്യം ആദ്യമേ എടുത്ത് പറയാനുള്ളത്, ഒരു ബുൾ കോൾ സ്പ്രെഡിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രോഫിറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. അല്ലാതെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ അൺലിമിറ്റഡ് പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ല. ഇവിടെ പ്രോഫിറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ് ആണ്. ഇവിടെ നമ്മുടെ ലോസും ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ പോയിന്റും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇങ്ങനൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതിലൂടെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു ട്രേഡ് നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ബുൾ കോൾ സ്പ്രെഡ്, എങ്ങനെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ബുൾ കോൾ സ്പ്രെഡിൽ ബേസിക്കലി രണ്ട് ലെഗ്സ് ആണ് ഉണ്ടാവുക. അതായത് രണ്ട് ഡിഫറെന്റ് ഓപ്ഷൻ ട്രാൻസാക്ഷൻസിലേക്ക് ഒരേ സമയം നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ കുറച്ചുകൂടി വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു ബുൾ കോൾ സ്പ്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷനെ ബൈ ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷനെ നമ്മൾ ബൈ ചെയ്യണം. അതുപോലെ ഒരു ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനെ നമ്മൾ സെല്ല് ചെയ്യണം. ഈ രണ്ട് ഓപ്ഷൻ ട്രാൻസാക്ഷൻസിലേക്ക് ഒരേ സമയം എൻ്റർ ചെയ്യുന്നതിനാണ് ഒരു ബുൾ കോൾ സ്പ്രെഡ് എന്ന് പറയുക. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ട് ഒരു ബുൾ കോൾ സ്പ്രെഡിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ബുൾ കോൾ സ്പ്രെഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിൽക്കുന്നത് 10,735 ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട്. ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ബുൾ കോൾ സ്പ്രെഡില് ഒരു അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ ബൈ ചെയ്യണം. അതുപോലെ ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ സെല്ല് ചെയ്യണം. അപ്പോൾ അറ്റ് ദ മണി ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അറ്റ് ദ മണി ഞാൻ ഇവിടെ 100ന്റെ മൾട്ടിപ്പിൾസ് ഉള്ള സ്ട്രൈക്ക് പ്രൈസ് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് അറ്റ് ദ മണി 10,700 CE ആണ്. ഔട്ട് ഓഫ് ദ മണി 10,800 CE ആണ്. പ്രീമിയം എത്രയാണെന്ന് ഞാനിവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ ബുൾ കോൾ സ്പ്രെഡിൽ ഈ ഒരു അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ ബൈ ചെയ്യേണ്ടതുണ്ട്, വാങ്ങേണ്ടതുണ്ട്. അതുപോലെ ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസിനെ സെല്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഈ 10,700 CE വാങ്ങുമ്പോൾ അതിന്റെ പ്രീമിയമായ 97 rupees നമ്മൾ പേ ചെയ്യുകയാണ്. ശരിയല്ലേ? അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സെല്ലറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ 10,800 CE നമ്മൾ വിൽക്കുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ അതിന്റെ പ്രീമിയം ആയിട്ടുള്ള 51 രൂപ നമ്മൾക്ക് ഇങ്ങോട്ട് ലഭിക്കുകയാണ്. ശരിയല്ലേ? വി റിസീവ് മണി. ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് ചെയ്യുന്നതിലൂടെ അവിടുത്തെ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത പൈസയുടെയും നമുക്ക് കിട്ടിയ പൈസയുടെയും ഡിഫറൻസ് ആയിരിക്കില്ലേ. ഈ ഒരു കേസിൽ നോക്കുമ്പോൾ 97 റുപ്പീസ് നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്, 51 റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നത് 46 രൂപ എന്നുള്ളതാണ്. 46 രൂപ നെറ്റ് ഡെബിറ്റ് ആണ്, പുറത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ബുൾ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെറ്റ് ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അതായത് നമുക്കറിയാം എപ്പോഴും അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിന്റെ പ്രീമിയം കൂടുതലായിരിക്കും ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസിനേക്കാളും. അറ്റ് ദ മണി ആണല്ലോ നമ്മൾ ബൈ ചെയ്യുന്നത്, അപ്പൊ എപ്പോഴും നമ്മൾ പേ ചെയ്യുന്ന പ്രീമിയം നമ്മൾക്ക് കിട്ടുന്ന പ്രീമിയത്തിനേക്കാളും കുറവായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു ബുൾ കോൾ സ്പ്രെഡ് നെറ്റ് ഡെബിറ്റിലായിരിക്കും ഉണ്ടാവുക. കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുന്നിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ സ്ട്രാറ്റജിക്കലി ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഡിഫറെന്റ് സിനാരിയോസ് എന്തൊക്കെയാണെന്ന് ഈ സ്ലൈഡിൽ നമുക്ക് നോക്കാം. അതായത് നമ്മൾ എൻ്റർ ചെയ്തു, ഇനി മാർക്കറ്റ് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ എക്സ്പയർ ചെയ്യാമല്ലോ. നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ സ്പോട്ട് നിൽക്കുന്നത് 10,735 നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ബുൾ കോൾ സ്പ്രെഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അണ്ടർലൈൻ കുറച്ചെങ്കിലും മുകളിലേക്ക് പോകുമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 10,735 നിന്ന് ഒരു 10,800 അല്ലെങ്കിൽ ഒരു 10,850 അണ്ടർലൈങ് ആയ നിഫ്റ്റി പോകുമെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് സിനാരിയോസിലേക്ക് നോക്കുകയാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. 10,735 നിന്ന് നമ്മൾ ഉദ്ദേശിച്ചതിലും വിപരീതമായിട്ട് നിഫ്റ്റി താഴേക്ക് പോയി 10,600 എക്സ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ വാങ്ങിച്ച ഓപ്ഷൻസിൽ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തായിരിക്കും? അപ്പൊ നമ്മുടെ 10,700 CE 10,600 നിഫ്റ്റി എക്സ്പയർ ആയതുകൊണ്ട് അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയർ തീർച്ചയായിട്ടും 0 ആയി പോകും. നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പേ ചെയ്ത പ്രീമിയം കംപ്ലീറ്റ്ലി നമുക്ക് നഷ്ടമാകും. അപ്പൊ അവിടെ നമ്മുടെ ലോസ് 97 റുപ്പീസ് ആണ്. അതുപോലെ നമ്മുടെ 10,800 CE നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെയും ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി 0 ആകും. എന്നാൽ അത് നമ്മൾ ഷോർട്ട് ചെയ്തതായതുകൊണ്ട് നമ്മൾ ആദ്യം കളക്ട് ചെയ്ത പ്രീമിയം ഉണ്ടല്ലോ 51 രൂപ, അത് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഒന്നുകൂടി പറയുകയാണ്, ബേസിക്സിന്റെ വീഡിയോ നന്നായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റ് PNL ഇത് രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ 46 രൂപ നഷ്ടത്തിലായിരിക്കുമെന്ന് മനസ്സിലാകും. എപ്പോഴാണ്? നമ്മുടെ എക്സ്പെക്ടേഷന് എഗൻസ്റ്റ് മാർക്കറ്റ് പോയി കുറേ അധികം താഴോട്ട് പോയി 10,600 എക്സ്പയർ ചെയ്തപ്പോൾ പോലും. ഇനി വേറൊരു സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്പയർസ് അറ്റ് 10,700. ഞാൻ നേരത്തെ പോലെയുള്ള ഇലാബറേറ്റ് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഇവിടെയും രണ്ടിന്റെയും കേസിൽ ഇൻട്രിൻസിക് വാല്യൂ 0 തന്നെയായിരിക്കും. അങ്ങനെ നെറ്റ് PNL കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അവിടെയും -46 46 രൂപയുടെ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവുക. അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് 10,800 എക്സ്പയർ ആവുകയാണ്. അതായത് ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ചെറിയൊരു ബുള്ളിഷ് മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10,700 CE കേസിൽ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി 100 രൂപയായിരിക്കും. ശരിയല്ലേ? നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു കേസിൽ ഈ ഒരു ലെഗിന്റെ പുറത്ത് നമുക്ക് 3 രൂപ പ്രോഫിറ്റ് കിട്ടും. എന്തുകൊണ്ടാണ് 3 രൂപ? ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി 100 ഉണ്ട്. എന്നാൽ ആദ്യം നമ്മൾ 97 റുപ്പീസ് പ്രീമിയം പേ ചെയ്തിരുന്നില്ലേ? അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയ 3 രൂപയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. എന്നാൽ ഇവിടെ 10,800 CE നോക്കുകയാണെങ്കിൽ അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയർ ഇപ്പോഴും 0 ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഷോർട്ട് ചെയ്തത് കൊണ്ട് ആദ്യം നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു ഓപ്ഷൻ പ്രീമിയം ആണ് നമ്മുടെ ലാഭം. അപ്പൊ നെറ്റ് PNL കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 54 രൂപ നമുക്ക് ലാഭമുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ മാർക്കറ്റ് നീങ്ങിയപ്പോൾ. ഇനി അതല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് നീങ്ങി 10,900 വരെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 10,700 CE അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ 200 രൂപയാകും. അതിൽ നിന്ന് പ്രോഫിറ്റ് 103 രൂപ നമുക്ക് കിട്ടും. എന്നാൽ 10,800 CE നമ്മൾ ഷോർട്ട് ചെയ്തത് കൊണ്ട് അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ 100 ആകുമ്പോഴും നമ്മുടെ ലോസ് 49 രൂപയാണ്. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോഫിറ്റ് 54 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടി താഴേക്കും ഈ ഒരു സൈഡിൽ കുറച്ചുകൂടി മുകളിലേക്കും എക്സ്ട്രാപോളേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ മനോഹാരിതയാണ്. അതായത് മാർക്കറ്റ് എത്ര താഴോട്ട് പോയാലും 10,600 അല്ല 10,000 പോയാലും 9,000 പോയാലും എന്ത് തന്നെ സംഭവിച്ചാലും മാക്സിമം ലോസ് എന്ന് പറയുന്നത് 46 രൂപ മാത്രമായിരിക്കും. അതുപോലെ മാർക്കറ്റ് എത്ര മുകളിലേക്ക് പോയാലും 11,000 പോയാലും 12,000 പോയാലും മാക്സിമം പ്രോഫിറ്റ് അത് 54 രൂപയായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് എത്രമാത്രം മാർക്കറ്റ് താഴോട്ട് പോയാലും ലോസ് 46 രൂപയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു പോയിന്റ് വളരെ
വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ബുൾ കോൾ സ്പ്രെഡില് നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ നെറ്റ് ഡെബിറ്റ് ആണ്. എന്താണ് നെറ്റ് ഡെബിറ്റ്? കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പേ ചെയ്യുന്ന പ്രീമിയം മൈനസ് നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രീമിയം ആണ് നമുക്ക് നെറ്റ് ഡെബിറ്റ് തരുന്നത്. അതാണ് എപ്പോഴും ഈ ഒരു സ്ട്രാറ്റജിയിലെ മാക്സിമം ലോസ്. ഒന്നുകൂടി പറയുകയാണ്, ഇതാണ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ്. ആദ്യം തന്നെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. നമ്മൾക്ക് എൻ്റർ ചെയ്യുമ്പോഴേ അറിയും നമുക്ക് എത്രയായിരിക്കും മാക്സിമം ലോസ് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റർ ചെയ്യുമ്പോഴേ നമുക്കറിയാം നമ്മുടെ മാക്സിമം പ്രോഫിറ്റും എത്രയായിരിക്കുമെന്ന്. ഈ ഒരു കേസിൽ മാക്സിമം പ്രോഫിറ്റ് എന്ത് തന്നെ സംഭവിച്ചാലും 54 രൂപയാണ്. അത് ആദ്യമേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അത് ഈ ഒരു സ്ട്രാറ്റജിയുടെ സ്പ്രെഡിന്റെയും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിയുടെ നെറ്റ് ഡെബിറ്റിന്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് സ്പ്രെഡ് എന്നുള്ളത്? സ്പ്രെഡിന്റെ കാൽക്കുലേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ ആൻഡ് ലോവർ സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ കണ്ടു, ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് 10,800 മൈനസ് 10,700, 100 രൂപയാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രെഡിൽ നിന്ന് നെറ്റ് ഡെബിറ്റിനെ കുറക്കുമ്പോൾ 100 രൂപ മൈനസ് 46 രൂപ, 54 രൂപ കിട്ടിയില്ലേ? അതാണ് ഈ സ്ട്രാറ്റജിയുടെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും കണ്ടതിലൂടെ ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മാക്സിമം ലോസ് എത്രയാണ്, നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്. അങ്ങനെ വളരെയധികം സമാധാനപരമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിന്റെ പേ ഓഫിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻസിനെ പറ്റി ആദ്യം പഠിച്ചപ്പോൾ ഇതുപോലെ ഗ്രാഫ്സിലേക്ക് നോക്കിയപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഈ ഗ്രാഫ്സ് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. മുന്നിലേക്ക് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിലേക്ക് പോകുമ്പോൾ കുറെ അധികം ആവശ്യം വരുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ബുൾ കോൾ സ്പ്രെഡിന്റെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് അത് അതിന്റെ നെറ്റ് ഡെബിറ്റ് തന്നെയാണ്. നെറ്റ് ഡെബിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പേ ചെയ്ത പ്രീമിയത്തിൽ നിന്ന് കളക്ട് ചെയ്ത പ്രീമിയത്തിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഡെബിറ്റ് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവുക അത് സ്പ്രെഡ് മൈനസ് നെറ്റ് ഡെബിറ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിലേക്ക് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നടുക്ക് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്. അതിനുശേഷം ഒരു പോയിന്റ് കഴിയുകയാണെങ്കിൽ അതിനുശേഷം എത്ര പ്രൈസ് കൂടുകയാണെങ്കിലും നമ്മുടെ പ്രോഫിറ്റ് ക്യാപ്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു പോയിന്റിന്റെ എത്ര താഴോട്ട് പ്രൈസ് പോവുകയാണെങ്കിലും നമ്മുടെ ലോസും ക്യാപ്ഡ് ആണ്. വളരെയധികം സേഫ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് കൂടിയുണ്ട്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിനെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? അതിനും ഒരു ഫോർമുല ഇവിടെയുണ്ട്. ലോവർ സ്ട്രൈക്ക് പ്ലസ് നെറ്റ് ഡെബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ലോവർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 10,700 ആണ്, നെറ്റ് ഡെബിറ്റ് എന്ന് പറയുന്നത് 46 ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 10,746 ആണ് ഈ ഒരു നമ്മൾ എടുത്ത ഈ ഒരു എക്സാമ്പിളിലെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഒരു ബുൾ കോൾ സ്പ്രെഡ് വളരെ നന്നായിട്ട് കാണിച്ചു തരാനായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ സെൻസിബിളിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്തെ സ്ട്രാറ്റജി ബിൽഡറിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നിഫ്റ്റിനെയാണ് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ കറന്റ് പ്രൈസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആഡ് എ ലെഗിൽ പോയിട്ട് നമുക്ക് ആദ്യം ഒരു കോൾ ഓപ്ഷൻ ആഡ് ചെയ്യാം. നമ്മുടെ സ്ട്രാറ്റജി എന്താണ് നമുക്ക് പറയുന്നത്? ATM കോൾ ഓപ്ഷനെ ബൈ ചെയ്യണമെന്ന്, ശരിയല്ലേ? അപ്പോൾ ഇതിന്റെ അറ്റ് ദ മണി എന്ന് പറയുമ്പോൾ 10,800 നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പയറി സെലക്ട് ചെയ്തത് 9 ജൂലൈ ആണ്. ഒരു ലോട്ട് ബൈ ചെയ്യാമെന്നുള്ള ഒരു ലെഗ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇതൊരു നേക്കഡ് ഓപ്ഷൻ ആണ്. നേക്കഡ് ഓപ്ഷന്റെ ബേസിൽ എന്തായിരിക്കും നമ്മുടെ പേ ഓഫ് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഒരു ലെഗ് കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ തന്നെ, എന്നാൽ ഔട്ട് ഓഫ് ദ മണിയുള്ള ഒരു 10,900 ഒരു കോൾ ഓപ്ഷനെ സെയിം എക്സ്പയറിയിലുള്ള ഒരു ലോട്ടിനെ തന്നെ ഞാൻ സെല്ല് ചെയ്യുകയാണ്. അതിനെ ഞാൻ ആഡ് ചെയ്തു. കണ്ടോ, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലൊരു പേ ഓഫ് ഇവിടെ ബിൽഡ് ആയി വരുന്നില്ലേ? അപ്പൊ എന്തായാലും നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 10,788 ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ബുള്ളിഷ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിഫ്റ്റി ഒരു 10,850 പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ 10,850 ആണ് നമ്മുടെ ടാർഗറ്റ് എന്നുള്ളത് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത കാര്യം നമ്മൾ നോക്കേണ്ടത് ടാർഗറ്റ് ഡേറ്റിലേക്കാണ്. അപ്പൊ 3 ദിവസമാണ് എക്സ്പയറിയിലേക്ക് ബാക്കിയുള്ളത്. അപ്പൊ എക്സ്പയറിയുടെ ദിവസമാണ് നമ്മൾ 10,850 എന്ന ടാർഗറ്റിലേക്ക് എത്തുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് 10,425 ആണ്. എന്നാൽ 10,900 പോവുകയാണെങ്കിൽ കണ്ടോ, ഞാൻ ടാർഗറ്റ് കൂട്ടി 10,900 ആയപ്പോൾ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് 5,175 ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഈ ടാർഗറ്റിനെ കുറച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലാതെ മാർക്കറ്റ് താഴേക്ക് പോയി ഒരു 10,700 പോയാൽ നമ്മുടെ മാക്സിമം ലോസ് നമുക്ക് കാണാൻ പറ്റുന്നത് 2,235 ആണ്.
അപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5175 രൂപയാണ്. മാക്സിമം ലോസോ 2325 രൂപയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമുക്ക് ചെറുതായിട്ടെങ്കിലും തോന്നുകയാണ് അണ്ടർലൈങ് മുകളിലേക്ക് പോകുമെന്നുണ്ട് എങ്കിൽ വളരെ സേഫ് ആയിട്ട്, വളരെ അധികം സേഫ് ആയിട്ട് ഇങ്ങനെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ. അതായത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയാണെന്നും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇത്ര മാത്രമേ ആയിരിക്കുള്ളൂ. നിയർലി 1:2 ഒരു റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ഒരു സേഫ്റ്റി നെറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ട്രേഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ടാർഗറ്റ് ആക്ച്വലി അച്ചീവ് ചെയ്യുന്നത് 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ല, നമ്മൾ ഇന്ന് എൻ്റർ ചെയ്യുകയാണ്. നാളെ തന്നെ, അതായത് എൻ്റർ ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്ത് 850 10,000 ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ഈസി. 10,850 അച്ചീവ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതെല്ലാം ഈ ഒരു സ്ട്രാറ്റജി ബിൽഡർ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിശദമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് തന്നെ ഒരു വ്യക്തത കിട്ടിയതിന് ശേഷം മാത്രം ഒരു സ്ട്രാറ്റജിയിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് മാക്സിമം പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയുള്ള സ്ട്രൈക്ക് സെലക്ഷനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. എഗെയിൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് എന്ന് പറയുന്നത് 10,000 ആണ്. അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ് അത് 10,000 നിന്ന് 10,300 നീങ്ങും എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയുള്ള ഒരു ടേബിളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് ടാർഗറ്റ്, നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ടാർഗറ്റ് എന്നായിരിക്കും അത് ഫുൾഫിൽ ആവുക. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ബുൾ കോൾ സ്പ്രെഡിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട, മാക്സിമം പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട ലോവർ സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, ബൈ ചെയ്യേണ്ട ലോവർ സ്ട്രൈക്ക് പ്രൈസ് പ്രിഫറബിളി ഏതായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യേണ്ട ഹയർ സ്ട്രൈക്ക് പ്രൈസ് പ്രിഫറബിളി ഏതായിരിക്കണം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എന്തായാലും എല്ലാ ലൈനിലേക്കും പോയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് 2 സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം, അതിൽ ലോവർ സ്ട്രൈക്ക് പ്രൈസിനെ ബൈ ചെയ്യണം, ഹയർ സ്ട്രൈക്ക് പ്രൈസിനെ സെല്ല് ചെയ്യണം. എന്നാൽ മാക്സിമം പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തീറ്റേനെ, ടൈം ഡീക്കേനെ കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്നാണ് ഈ പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീരീസിലാണോ അതോ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീരീസിലാണോ, നമ്മൾ എൻ്റർ ചെയ്തതിനു ശേഷം എത്ര ദിവസത്തിൽ നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്ത മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ട്, അതിന്റെ ബേസിസിൽ ATM ആണോ OTM ആണോ ഫാർ OTM ആണോ സ്ലൈറ്റ്ലി OTM ആണോ, ഏതിനെ എടുത്താൽ മാക്സിമം പ്രോഫിറ്റബിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ ഇനീഷ്യേഷനെ പറ്റിയും ടാർഗറ്റ് എക്സ്പെക്ടേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. മുന്നിലേക്ക് പോകുമ്പോൾ സ്പ്രെഡ് സെലക്ഷൻ എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും 2 സ്ട്രൈക്സിൽ ട്രേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള പ്രൈസിന്റെ വ്യത്യാസം, അതായത് സ്പ്രെഡ് എന്നുള്ളത് അത് 100 ആയിരിക്കണോ 50 ആയിരിക്കണോ 200 ആയിരിക്കണോ, അതും എഗെയിൻ ഡൗട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സ്പ്രെഡ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം പ്രോഫിറ്റബിലിറ്റി, മാക്സിമം ലോസ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് എവിടെയാണ്, റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്താണ്, അതെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ കണ്ടല്ലോ. ഈ കണ്ട ഫോർമുലാസ് ഉപയോഗിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇനി അതുമല്ല എങ്കിൽ ഈ ഓപ്ഷൻ ബിൽഡറിൽ വന്നിട്ട് ഇവിടെയും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ വ്യൂ എങ്ങനെയാണോ അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് സ്പ്രെഡ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സംഭവം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ലോസിലേക്കും പ്രോഫിറ്റിലേക്കും ബ്രേക്ക് ഈവൻ പോയിന്റിലേക്കും എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആണ് എന്ന് തോന്നുന്ന ഒരു സ്പ്രെഡിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബേസിക്കലി ബുൾ കോൾ സ്പ്രെഡിനെ പറ്റി ഇത്രയാണ് സംസാരിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് വിശദമായി മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അടുത്ത ബുൾ പുട്ട് സ്പ്രെഡിനെ പറ്റി മനസ്സിലാക്കൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പൊ ഇതിന്റെയും പേരിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ ബുള്ളിഷ് ആണെങ്കിലാണ് ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുക പുട്ട് ഓപ്ഷൻസിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു സ്പ്രെഡ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇതും ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സ് ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം, എപ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്? അപ്പൊ പേര് പറയുന്നത് പോലെ തന്നെ അണ്ടർലൈങ്ങിന്റെ പുറത്ത് നമ്മൾ മോഡറേറ്റ്ലി ബുള്ളിഷ് ആണ്, വളരെ വലിയ ബുള്ളിഷ് ഒന്നുമല്ല, ചെറുതായിട്ട് ബുള്ളിഷ് ആണ് എങ്കിൽ ഈ ഒരു ബുൾ പുട്ട് സ്പ്രെഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, മോഡറേറ്റ്ലി ബുള്ളിഷ് ആണ് എങ്കിൽ നമുക്ക് ബുൾ കോൾ സ്പ്രെഡിലേക്ക് എൻ്റർ ചെയ്താൽ പോരെ, ബുൾ പുട്ട് സ്പ്രെഡിന്റെ പിന്നെ ആവശ്യം എന്താണ് എന്നുള്ളത്. അവിടെയാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ വായിക്കേണ്ടത്. അതായത് ചില സമയങ്ങളിൽ മാർക്കറ്റ് വളരെ പെട്ടെന്നെല്ലാം താഴോട്ട് പോവുകയാണ് എങ്കിൽ അവിടെ പ്രീമിയംസ് വളരെ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസിലെല്ലാം അതിന്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് ബുൾ കോൾ സ്പ്രെഡിനേക്കാളും ഒരു ബുൾ പുട്ട് സ്പ്രെഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബുൾ പുട്ട് സ്പ്രെഡിനെ കുറച്ചുകൂടി ഫേവറബിൾ ആക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷനിൽ ഒരു നെറ്റ്
നെറ്റ് ക്രെഡിറ്റ് ആയിരിക്കും സംഭവിക്കുക, ഒരു നെറ്റ് ഡെബിറ്റ് ആയിരിക്കില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ബുൾ കോൾ സ്പ്രെഡിൽ കണ്ടതാണ്, ഒരു നെറ്റ് ഡെബിറ്റ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. എന്നാൽ ബുൾ പുട്ട് സ്പ്രെഡിൽ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നതായിരിക്കും, അതായത് ഒരു നെറ്റ് ക്രെഡിറ്റ് ആണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ നടക്കുക. തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കേസിൽ നമ്മുടെ പ്രോഫിറ്റും ക്യാപ്ഡ് ആണ്, നമ്മുടെ ലോസസും ക്യാപ്ഡ് ആണ്. വളരെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് എൻട്രി ചെയ്യുന്നതിലൂടെ എൻട്രി ചെയ്യാനുള്ള നമ്മുടെ കോസ്റ്റ് കുറയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഈ ബുൾ പുട്ട് സ്പ്രെഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ബുൾ പുട്ട് സ്പ്രെഡിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യേണ്ടതുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷനെ സെല്ല് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ബുൾ കോൾ സ്പ്രെഡ് ഓർമ്മയുണ്ട് എങ്കിൽ അതിൽ നിന്ന് വ്യക്തമായും വ്യത്യസ്തമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒബ്ജക്റ്റീവ്ലി നേരെ നിങ്ങൾ ഓപ്ഷൻ ചെയിൻ എടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം കോമൺ ആയിട്ട് നിൽക്കുന്നത്, കുറഞ്ഞു നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസിനെ ഇവിടെയും ബൈ ചെയ്യുകയാണ്, കൂടി നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസിനെ ഇവിടെയും സെല്ല് ചെയ്യുകയാണ്. എന്നാൽ ഇത് പുട്ട് ഓപ്ഷൻ ആയതുകൊണ്ട് കുറഞ്ഞു നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ഔട്ട് ഓഫ് ദ മണിയാണ്, കൂടി നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ഇൻ ദ മണിയാണ്. ശരിയല്ലേ? നേരത്തെ ബുൾ കോൾ സ്പ്രെഡിൽ കണ്ട അതേ കാര്യങ്ങൾ നമ്മൾ ഇവിടെയും എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവിടെയും നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നിഫ്റ്റി സ്പോട്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ 10,735 ആണ്. 10,600 പുട്ട് ഓപ്ഷൻ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ ആണ്. അതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 57 രൂപയാണ്. അതുപോലെ തന്നെ 10,800 പുട്ട് ഓപ്ഷൻ ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ ആണ്. അതിന്റെ പ്രീമിയം 149 രൂപയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ ബുൾ പുട്ടിന്റെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനെ നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിനെ വാങ്ങാനായിട്ട് 57 രൂപ പ്രീമിയം പുറത്തേക്ക് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഡെബിറ്റ് ആകും. അതേസമയം നമ്മൾ 10,800 ഇൻ ദ മണി ആയിട്ടുള്ള പുട്ട് ഓപ്ഷനെ നമ്മൾ സെല്ല് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ പ്രീമിയം 149 രൂപ ആയതുകൊണ്ട് അതിനെ സെല്ല് ചെയ്യുമ്പോൾ ആ ഒരു പ്രീമിയം നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ക്രെഡിറ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 57 രൂപ നമ്മൾ പുറത്തേക്ക് പേ ചെയ്യുന്നു, 149 രൂപ നമ്മൾ പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണ് നമുക്ക് കിട്ടുക. 92 രൂപ നമുക്ക് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ബുൾ പുട്ട് സ്പ്രെഡിനെ നെറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് എപ്പോഴും വിളിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിനാരിയോസ് എടുത്തുകൊണ്ട് ഒരു ബുൾ പുട്ട് സ്പ്രെഡിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്റെ ഭാഗത്ത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ബുൾ കോൾ സ്പ്രെഡ് തന്നെയാണ് കിടക്കുന്നത്. ബുൾ പുട്ട് സ്പ്രെഡിന്റെ എക്സാമ്പിളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നായിരുന്നു. അതായത് നിഫ്റ്റിയുടെ സ്പോട്ട് 10,735 ആണ്. അപ്പൊ നിഫ്റ്റി പ്രോബബ്ലി ഒരു 10,800ലേക്കൊക്കെ പോകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. എന്നാൽ അതിന് വിപരീതമായി മാർക്കറ്റ് താഴേക്ക് പോയി. മാർക്കറ്റ് 10,500ലേക്ക് പോയി. ഇനി എന്തായാലും ഞാൻ ഇതിനെ വളരെ വ്യക്തമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ച് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത് കൂടിയായിരിക്കും. അപ്പൊ ഇവിടെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക, മാർക്കറ്റ് ഇടിഞ്ഞ് എത്ര താഴോട്ട് പോവുകയാണെങ്കിലും 10,600ലേക്കോ 10,500ലേക്കോ 10,000ലേക്കോ പോവുകയാണെങ്കിൽ പോലും ലോസ് ഇവിടെ ലിമിറ്റഡ് ആണ്. ലോസ് 108 രൂപ തന്നെയാണ്. എന്നാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി അത് എത്രമാത്രം മുകളിലേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ പ്രോഫിറ്റും ലിമിറ്റഡ് ആണ്. പ്രോഫിറ്റ് 92 റുപ്പീസ് ആയിട്ട് ലിമിറ്റഡ് ആണ്. എന്നാൽ ബുൾ കോൾ സ്പ്രെഡിൽ കണ്ടതുപോലെ ഇവിടെ ബുൾ പുട്ട് സ്പ്രെഡിലും എന്തെങ്കിലും ജനറലൈസേഷൻ ഉണ്ടോ? ഈ മാക്സിമം ലോസിനെയും മാക്സിമം പ്രോഫിറ്റിനെയും കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ഫോർമുലാസ് ഉണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ സ്പ്രെഡിന്റെയും നെറ്റ് ക്രെഡിറ്റിന്റെയും ഡിഫറൻസ് ആണ്. നമുക്കൊന്ന് നോക്കാലോ. ഇവിടെ നമ്മൾ എടുത്തപ്പോൾ നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് 200 രൂപയായിരുന്നു. അതുപോലെ തന്നെ നെറ്റ് ക്രെഡിറ്റ് 92 രൂപയായിരുന്നു. അങ്ങനെയാണ് നെറ്റ് ലോസ് ആ ഒരു ഫോർമുല പ്രകാരം എത്ര വരേണ്ടത്? 200 - 92 108 ആണ് വരേണ്ടത്. നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 108 തന്നെയല്ലേ ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വാലിഡേറ്റ് ആയിട്ടുണ്ട്. മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് 92 ആണ്. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് ഓഫ് ദ സ്ട്രാറ്റജി. മനസ്സിലായില്ലേ? അപ്പൊ ബുൾ കോൾ സ്പ്രെഡിന്റെയും ഇതുപോലെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ തന്നെ ബുൾ പുട്ട് സ്പ്രെഡിന്റെ കൂടി എഴുതി വെക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ മുന്നിലേക്ക് വരുമ്പോൾ ഇതിന്റെ കൂടി ഒരു പേ ഓഫ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഏറെക്കുറെ സിമിലർ തന്നെയാണ്. അതായത് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്, അതിനുശേഷം ഒരു പോയിന്റ് എത്തുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റും ലിമിറ്റഡ് ആണ്, മാക്സിമം ലോസും ലിമിറ്റഡ് ആണ്. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഹയർ സ്ട്രൈക്ക് മൈനസ് നെറ്റ് ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ ഹയർ സ്ട്രൈക്ക് ഏതാണ്? ഹയർ സ്ട്രൈക്ക് 10,800 ആണ്. നെറ്റ് ക്രെഡിറ്റ് എത്രയാണ്?
92 rupees ആണ്. അപ്പോൾ 10,800 നിന്ന് 92 കുറക്കുമ്പോൾ 10,708 ആണ് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൂടി മനസ്സിലായപ്പോൾ ബുൾ പുട്ട് സ്പ്രെഡിനെ പറ്റിയും ഏറെക്കുറെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇനി അറിയേണ്ട ഒരു കാര്യം സ്ട്രൈക്ക് ആൻഡ് സ്പ്രെഡ് സെലക്ഷൻ ആണ്. നമ്മൾ നേരത്തെ ബുൾ കോൾ സ്പ്രെഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിശദമായി മനസ്സിലാക്കിയതാണ്. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. അതായത് തീർച്ചയായിട്ടും ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസസ് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഡിഫറൻറ്റ് സ്പ്രെഡിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബുൾ പുട്ട് സ്പ്രെഡിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് അതിൽ ഇൻകർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക, മാക്സിമം ലോസ് എത്രയാണെന്ന് നോക്കുക. അതിലൂടെ നിങ്ങളുടെ റിസ്ക് ടു റിവാർഡ് എത്രയാണെന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യൽ. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടതിന് ശേഷം അത് റീസണബിൾ ആണ്, അതിലേക്ക് അണ്ടർലൈങ് എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷനിലേക്കും സ്പ്രെഡ് സെലക്ഷനിലേക്കും നിങ്ങൾ പോവുക. അപ്പോൾ അതിലൂടെ സ്ട്രൈക്ക് പ്രൈസും സ്പ്രെഡും സെലക്ഷനെ പറ്റിയും കുറച്ച് ഐഡിയ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രസന്റേഷനിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ബുൾ കോൾ സ്പ്രെഡിനെ പറ്റിയും ബുൾ പുട്ട് സ്പ്രെഡിനെ പറ്റിയും നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു സ്ട്രാറ്റജി സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുന്നത് തന്നെ നമ്മളൊരു ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് എല്ലാം ഉപയോഗിക്കുന്ന പോലെയാണ്. നമ്മുടെ സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലെഗ്സ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ സ്ട്രാറ്റജിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് കൂടി കുറവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലായി എന്നും മനസ്സിലായില്ല എങ്കിൽ കുറെ കൂടെ വ്യക്തമായി പഠിക്കുന്നതിലൂടെ ഇത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് പറയുക. നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ ഒരു ഡിസ്കഷൻ ആകാൻ പറ്റുന്നതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ വളരെയധികം വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണിത്. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ആര് തന്നെ ഉണ്ടെങ്കിലും അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.